ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 28 ശ്ലോകം മുതൽക്കാണ്. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞശ്ച യതയാ സംസിതാ വ്രതാഃ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞശ്ച യഥയാ സംസിതാ വ്രതാഃ. ഓക്കെ, ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞശ്ച യതയാ സംസിതാ വ്രതഃ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. हरे कृष्णा। प्रणाम प्रभु। ओम नमो भगवते वासुदेवाय। द्रव्य यज्ञस्तभो यज्ञ योग यज्ञस्तदा परे साध्य यज्ञान यज्ञश्च यदय्य संशिद प्रधा. हरे कृष्णा। स्मिता माताजी. हरे कृष्ण। ओम नमो भगवते वासुदेवाय। द्रव्ययज्ञास्तपो यज्ञ योगयज्ञास्तथा परे स्वाध्यायज्ञानयज्ञांश्च यदया संसितव्रताः. हरे कृष्ण. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. വിവർത്തനം. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോ എന്താണ് പറയുന്നത്? ഭഗവാൻ അർജുനോട് പറയുന്നു, ഹാവിംഗ് accepted strict vows, some become enlightened by sacrificing their possessions and others by performing severe austerities, by practicing the yoga of eightfold system, mysticism, or by studying the Vedas to advance in transcendental knowledge. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രതിജ്ഞകളെടുത്ത് അല്ലെ, വൗസ് എന്താണ്, അവര് ഈ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് വരുന്നു. എങ്ങനെ? ബൈ സാക്രിഫൈസിങ് ദെയർ പൊസഷൻ. ദ്രവ്യയജ്ഞ, നമ്മളുടെ ഉള്ളത് ഭഗവാൻ അർപ്പിക്കുക. സാധനങ്ങൾ, നമ്മളുടെ പൈസ, ഓക്കെ, നമ്മളുടെ ബാക്കിയുള്ള ഇൻകൈൻസ് എന്തെങ്കിലും ഭഗവാന് അർപ്പിക്കുകയാണെങ്കിൽ ഗോൾഡ് സമർപ്പിക്കാം, സിൽവർ സമർപ്പിക്കാം, നമ്മളുടെ പിന്നെ വേറെ എന്തെങ്കിലും ഇതുണ്ട്, ലാൻഡ് സമർപ്പിക്കാം ടെമ്പിളിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ദ്രവ്യയജ്ഞങ്ങളാണ്. ഇതൊക്കെ ഭഗവാന്റെ
ആ ഒരു ഭക്തിയുത സേവനത്തിന് അർപ്പിച്ചിട്ട് നമ്മൾ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അപ്പൊ പല മാർഗത്തിനെ പറ്റി ഇവിടെ വിവരിക്കുകയാണ്. സോ ബൈ സാക്രിഫൈസിങ് ദെയർ പൊസഷൻസ്, അപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, ഇതെല്ലാം ഭക്തിയുത സേവനത്തിന് കൊടുത്തിട്ട് നമ്മൾ ഒരു നല്ല മാർഗത്തിലൂടെ പോവുക. അങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് അതേഴ്സ് ബൈ പെർഫോമിങ് സിവിയർ ഓസ്റ്ററിറ്റീസ്, ചില ആൾക്കാർ വളരെ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട്, സിവിയർ ഓസ്റ്ററിറ്റീസ് തപസ്സൊക്കെ അന്നും ഈ കാലത്ത് പറഞ്ഞതല്ല, പക്ഷെ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ തപസ് ചെയ്യുക. പിന്നെ അത് എങ്ങനെ? ബൈ പ്രാക്ടീസിങ് ദ യോഗ ഓഫ് ദ എയ്റ്റ് ഫോൾഡ് മിസ്റ്റിസിസം. അത് യമ നിയമ പ്രാണായാമ പ്രത്യാഹാര, what is that? No, യമ നിയമ ആസന pranayama pratyahara, then what? What is that? Eightfold system. Yama, niyama, asana, pranayama, pratyahara, dharana, dhyana, dharana and samadhi. Okay, എട്ടാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ ആൻഡ് സമാധി, or ധാരണ ധ്യാന സമാധി, സംതിങ് ലൈക്ക് വാട്ട് ഇസ് eightfold system. ഓക്കെ, അപ്പൊ ഈ 8-fold യോഗ സിസ്റ്റം ചെയ്തിട്ട് അവർ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ചില ആൾക്കാർ തൻ്റെ ധനവും മറ്റു കാര്യങ്ങളും ഭഗവാൻ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ, ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ചില ആൾക്കാർ ബൈ സ്റ്റഡിങ് ദ വേദാസ് ടു അഡ്വാൻസ് ഇൻ ട്രാൻസെൻഡന്റ് നോളേജ്. ഇപ്പോൾ സ്റ്റഡിങ് ദ വേദാസ്, അതാണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വാധ്യായ, അല്ലെ? സ്വാധ്യായ, സാക്രിഫൈസ് ഇൻ ദ സ്റ്റഡി ഓഫ്. അപ്പൊ അതും ഒരു സാക്രിഫൈസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇതെല്ലാം പഠിക്കുന്നതും ഒരു സാക്രിഫൈസ് ആണ്, ഒരു യജ്ഞമാണ്. എല്ലാം എങ്ങനെയാണ് യജ്ഞം? ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം യജ്ഞമാണ്. ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് അനുസരിച്ചായിരിക്കണം. നമ്മളുടെ മനസ്സിൽ പറഞ്ഞ പോലെയല്ല, മനസ്സിൽ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്താണോ പ്രതിപാദിച്ചിട്ടുള്ളത് അത് പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്, ഓത്തന്റിക് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതെല്ലാം ഓരോ സമയത്ത് റെലവെന്റ് ആണ്. എല്ലാ സമയത്തും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അഷ്ടാംഗ യോഗം നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ മറ്റുള്ള ഹോമയജ്ഞാദികൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? കലികാലത്തിൽ ഹരിനാമ സങ്കീർത്തനം. യജ്ഞാനാം ജപയജ്ഞോസ്മി, ജപയജ്ഞമാണ് നമുക്ക് ഏറ്റവും പറഞ്ഞിട്ടുള്ള വളരെ സരളമായിട്ടുള്ള ആ ഒരു യജ്ഞം. അപ്പൊ ഇതാണ് നമ്മളുടെ ദ്രവ്യയജ്ഞം, യോഗയജ്ഞം ആൻഡ് സ്വാധ്യായം. ഇതെല്ലാം യജ്ഞങ്ങളാണ്, അല്ലെ? ആണ് പറയുന്നത് ദ്രവ്യയജ്ഞ, തപോയജ്ഞ, യോഗയജ്ഞ. അപ്പൊ ദ്രവ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുക, തപസ് ചെയ്യുക, അത് യോഗയജ്ഞം, പിന്നെ സ്വാധ്യായം എന്നാണ് ഇവിടെ പറയുന്നത്. Having accepted strict vows, some become enlightened by sacrificing possession, others by performing severe austerities, by practicing the yoga of eightfold system, or by studying the Vedas to advance in transcendental. ഇപ്പൊ സ്വാധ്യായം എന്താണ്? സ്വാധ്യായത്തിന്റെ നിർവചനം എന്താണ് പറയാൻ പറ്റുമായിരിക്കും? എന്താണ് സ്വാധ്യായം? ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കല്ലേ? അതെ, ധർമ്മഗ്രന്ഥങ്ങള്. ഓക്കെ, അതിന്റെ 6 limbs ഉണ്ട് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ. എന്താണത്? 6 ഭാഗങ്ങൾ, 6 അംഗങ്ങൾ. എന്താണത്? എന്താണ്? ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. 6 limbs, അതായത് നവവിധ ഭക്തി പറഞ്ഞാൽ 9 limbs ആണ്, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാസവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മ. ഇത് അതേപോലെ ഇതിന് സ്വാധ്യായം എന്നുള്ള ആ ഒരു പദ്ധതിക്ക് 6 ഘടകങ്ങളുണ്ട്. അതെന്താണ് ചോദിക്കുന്നത്?
മൂർത്തി ഓർമ്മയില്ല. സേവ, മൂർത്തി സേവ എന്താ അതാണോ? എന്താ മൂർത്തി സേവ, ദാംവാസ്. അല്ല. അത് 5 പ്രധാനപ്പെട്ട വളരെ ബലവത്തായിട്ടുള്ള ഡിവോഷണൽ ഐറ്റംസ് രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ തന്ന 64 ഐറ്റത്തിന് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള 5 തന്നിരിക്കുന്നു കളികാലത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറൽ സ്റ്റഡി. അപ്പൊ അതിൽ ആദ്യത്തെ അംഗം, ആദ്യത്തെ ലിംബ് എന്ന് പറഞ്ഞാൽ ശ്രവണം. ഫസ്റ്റ് എന്താണ് ശ്രവണം? ശ്രവിക്കുക. ആരിടെന്ന് ശ്രവിക്കണം അത് നമ്മൾ അറിയിക്കണം. നമ്മൾ പല ആൾക്കാരുണ്ട്, നമുക്ക് കൂട്ടുകാരന്മാരുണ്ട്, കൂട്ടുകാരികളുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. എവിടുന്ന് ശ്രവിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രവിച്ചാൽ മാത്രം പോരാ. ഞാൻ ശ്രവിച്ചു. എവിടുന്ന്? ഭഗവത്ഗീത നമ്മുടെ അടുത്ത കടയിലില്ലേ, അയാളുടെ അടുത്ത് ശ്രവിച്ചു. ശരിയാണോ? ആധികാരികമായിട്ടുള്ള ഓത്തന്റിക് സോഴ്സ് എന്ന് പഠിക്കണം. ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ഭക്തൻ എന്ന് വിശേഷിപ്പിക്കണം. അപ്പൊ എവിടുന്ന് ശ്രമിക്കണം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതാണ് ലിംബാണ് ശ്രവണം. പിന്നെ മനനം. മനനം എന്ന് പറഞ്ഞാൽ അതിനെ റീകളക്ട് ചെയ്യണം. നമ്മൾ ഒരു ക്ലാസ്സിൽ വന്നു, നമ്മൾ ഭാഗവത സപ്താഹത്തിന് പോയി, അത് ശ്രവിച്ചു, എന്നിട്ട് നമ്മൾ ഇത് കൂടെ ശ്രവിച്ചു, ഇത് കൂടെ വിട്ടു. കാര്യമുണ്ടോ? ഭാഗവത സപ്താഹത്തിൽ പോയിട്ട് എന്താ കാര്യം? ഇസ് കാൻസെ സുന ഇസ് കാൻസെ ചോട് ദിയ. അതുകൊണ്ട് ഇസ്കോൺ ഡിവോട്ടീസ്. അങ്ങനെ ആയാൽ ശരിയാവില്ല. ഇത് കൂടെ കേട്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഭഗവാന്റെ കാര്യങ്ങളാണത്, അല്ലേ? അപ്പൊ മനനം ചെയ്യണം. അല്ലാണ്ട് അവിടെ ചെന്നാൽ നമ്മള് സാധാരണ, നമ്മൾ പറഞ്ഞ സാധാരണ മാക്സിമം ആൾക്കാരും 9 മണിക്ക്, 1 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് അവിടെ തിരക്കുണ്ടാവും. കാരണം എന്താ? അപ്പോഴാണ് പ്രസാദത്തിന്റെ സമയം. അപ്പൊ നല്ല തിരക്കായിരിക്കും ആൾക്കാര്. അല്ലാണ്ട് പ്രവചനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരിക്കും, വളരെ കുറച്ചായിരിക്കും. പ്രവചനം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. മറ്റുള്ളവരെ പ്രസാദം കഴിക്കുന്ന സമയത്ത് വരും. പക്ഷെ അതും ഒരു നല്ല കാര്യമാണ്. അറ്റ്ലീസ്റ്റ് പ്രസാദങ്ങളും കിട്ടുന്നുണ്ടോ? പിന്നെ അല്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നമ്മളത് കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടോ കേൾക്കുന്നതും നമ്മളുടെ ശുദ്ധീകരണത്തിന് സഹായിക്കും. 10,000-18,000 ശ്ലോകങ്ങള് 7 ദിവസം കൊണ്ട് അവർ നല്ല രീതിയിൽ കേൾക്കുന്നത് തന്നെ നമ്മളുടെ ഒരു മനസ്സിന് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും. അത് ശുദ്ധീകരണത്തിനും സഹായിക്കും. അപ്പോൾ സം ബെനിഫിറ്റ് ഈസ് ഡെഫിനറ്റ്ലി. പക്ഷെ അത് നമ്മൾ കുറച്ച് ആഗ്രഹിച്ചിട്ട് ഇതെല്ലാം കേൾക്കാനുള്ള ആഗ്രഹത്തോട് പോയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് പോകുമ്പോൾ എത്ര ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ഉദ്ദേശത്തോടെ വരുന്നത്, അതിനാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ പപ്പടത്തിന്റെ സൈസ് ചെറുതായി, സാമ്പാറിൽ ഉപ്പില്ല, AC വർക്ക് ചെയ്യുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ ആൾ എന്നോട് ശരിക്കും പെരുമാറിയില്ല, ഹരേ കൃഷ്ണ പറഞ്ഞില്ല, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇല്ല. ഇതാണ് നമ്മൾ ആദ്യം പറയുക. ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് എന്ത് മെസ്സേജ് കിട്ടി, എനിക്ക് എൻ്റെ ലൈഫിൽ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ആ മെസ്സേജ് എന്താണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ മനനം ചെയ്യേണ്ടത്. ഏത് ശ്ലോകമാണ് എടുത്തത്, അതിൽ ഭഗവാനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് എനിക്ക് ഏത് തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി മനനം ചെയ്യണം. ശ്രവിച്ചാൽ മാത്രം പോരാ, ഇപ്പൊ റീകളക്ട് ചെയ്യണം. അപ്പൊ നമ്മളൊരു ക്ലാസ് പോട്ടെ, ഒരു പോയിന്റ് മതി. 1 മണിക്കൂറിൽ ഒരു പോയിന്റ് നമുക്ക് ടേക്ക് അവേ കിട്ടിയാൽ മതി. അപ്പൊ അതിന് മനനം ചെയ്യണം. ഓക്കെ, അപ്പൊ ശ്രവിക്കുക, മനനം ചെയ്യുക, അപ്പൊ റീകളക്ട്. ഓക്കെ, പിന്നെ നിധിധ്യാസനം ചെയ്യണം. അതിനെപ്പറ്റി കോൺടംപ്ലേറ്റ് ചെയ്യണം. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഓക്കെ, കൂടുതൽ ഇൻ ഡെപ്ത് നമ്മൾ ആലോചിക്കണം. നിധിധ്യാസനം എന്ന് പറയും അതിന്. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? പഠിക്കണം നമ്മൾ. ഇപ്പൊ നമ്മളൊക്കെ ഭഗവത്ഗീത ശ്ലോകങ്ങൾ പഠിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പഠിക്കണം. ഇപ്പൊ എല്ലാം പഠിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം. എന്തിനാ പഠിക്കുന്നത്? പഠിച്ചാൽ മാത്രം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതിന്റെ
ആ നിർദ്ദേശങ്ങൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്. പിന്നെ അത് നമ്മൾ കീർത്തനം ചെയ്യണം, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് അറിയുന്ന രീതിയിൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അർച്ചനം, ഭഗവാനെ വന്ദിക്കണം, ഭഗവാനെ ഉപാസിക്കണം. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ 6 ലിംസ്. അപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസനം, പഠനം, കീർത്തനം, അർച്ചനം, ഇതാണ് സ്വാധ്യായം. അപ്പൊ ഇങ്ങനെ ഈ വഴിയിൽ കൂടിയും ഭഗവാന്റെ ധാമിലേക്ക് എത്താം, ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എത്താം എന്നുള്ള ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മളുടെ എന്താണ് പറയാ, ദ്രവ്യയജ്ഞം കൊണ്ടും തപോയജ്ഞം കൊണ്ടും പിന്നെ യോഗയജ്ഞം കൊണ്ടും സ്വാധ്യായ യജ്ഞം കൊണ്ടും ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. Purport. These sacrifices may be fitted into various divisions. Okay. അപ്പൊ ഇതിനെ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാം. There are persons who are sacrificing their possession in the form of various kinds of charities. നമ്മൾ ഒരുപാട് ചാരിറ്റി കൊടുക്കുന്നുണ്ട്, പല വസ്ത്രമായിട്ടും ധനമായിട്ടും ഫലമായിട്ടും ധാന്യങ്ങളായിട്ടും അങ്ങനെ പല തരത്തിലും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, യജ്ഞം ചെയ്യുന്നുണ്ട് അല്ലെ. In India, the rich mercantile community or princely orders open various kinds of charitable അനാഥാശ്രമങ്ങൾ അല്ലെ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചില ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് അവരുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ദ്രവ്യയജ്ഞമാണ്. ഇതൊക്കെ ദ്രവ്യയജ്ഞത്തിൽ പെടും. ലൈക്ക് ധർമ്മശാല, അന്നക്ഷേത്ര, അതിഥിശാല, അനാഥാലയ ആൻഡ് വിദ്യാപീഠ, സ്കൂൾസ്, ഇതൊക്കെ ദ്രവ്യയജ്ഞയാണ്. In other countries too, there are many hospitals, old age homes and similar charitable foundations meant for distributing food, education and medical treatment free for the poor. ഇതെല്ലാം ദ്രവ്യയജ്ഞത്തിൽ പെടും. All these charitable activities are called ദ്രവ്യമയ യജ്ഞ. മനസ്സിലായോ? ഇതൊക്കെ ദ്രവ്യമയ യജ്ഞമാണ്. നമ്മുടെ ഉണ്ട് അത് മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി നമ്മൾ യജ്ഞത്തിൽ അർപ്പിക്കുക. There are others who, for higher elevation in life or for promotion to higher planets within the universe, voluntarily accept many kinds of austerities such as Chandrayana and Chadurmasya. അതിനും കുറച്ച് ഉയർന്ന തലത്തിലെ ആൾക്കാരെ അവര് ഒരുപാട് എന്ത് ചെയ്യും? തപോയജ്ഞം ചെയ്യും, ഓസ്റ്ററിറ്റീസ്. അതിനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ചന്ദ്രായന യജ്ഞ, ചാതുർമാസ്യ യജ്ഞ, ചാതുർമാസ്യം നമ്മൾ ചെയ്യാറില്ലേ? അപ്പൊ അതിനും യജ്ഞയാണ്. അതെന്തിന്? അത് എന്തുദ്ദേശത്തോടെ മിക്ക ആൾക്കാരും അത് ഉപരിതലത്തിലുള്ള ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൂടുതൽ ഇന്ദ്രിയ ഭോഗം ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അപ്പൊ വേറൊരു യജ്ഞം. These processes entail severe vows for conducting life under certain regimes. ഇതൊക്കെ നമ്മുടെ വേദങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഇത് അൾട്ടിമേറ്റ് അല്ല, മനസ്സിലാക്കണം. Okay. For example, under the Chaturmasya vow, the candidate does not shave for 4 months during the year July to October. അപ്പോൾ സാധാരണ മെയിൽ മെമ്പേഴ്സ്, പുരുഷന്മാര് അന്ന് നഖം വെട്ടില്ല, ആ ഡ്യൂറിങ് 4 വർഷം നഖം വെട്ടില്ല, മുടി വെട്ടില്ല, ഷേവ് ഇല്ല, ഒന്നും ചെയ്യില്ല. അതൊക്കെ ഒരു യജ്ഞമാണ്, ഒരു സാക്രിഫൈസ് ആണ്. He does not eat certain foods. നമ്മൾ ചിലതെല്ലാം മാറിയിരിക്കുന്നു. ചില ആദ്യത്തെ മാസം എന്താണ് ലീഫി വെജിറ്റബിള്, പിന്നെ മിൽക്ക്, കേട്, പിന്നെ സഡൻ ഗ്രെയിൻസ്, ഇതൊന്നും ഗ്രാംസ് ഒന്നും കഴിയില്ല. പിന്നെ ഡസ് നോട്ട് ഈറ്റ് ട്വൈസ് ഇൻ എ ഡേ ഓർ ഡസ് നോട്ട് ലിവ് ഹോം. പിന്നെ അവരെന്താ പറയുക, ക്ഷേത്ര സന്യാസം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. ക്ഷേത്ര സന്യാസം പറഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ ഒരു സ്ഥലത്ത് മാത്രം, അവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് പോവില്ല എന്നുള്ള പ്രതിജ്ഞ, അവിടെ ഭക്തിയുത സേവനം ചെയ്തിട്ട് അവസാനം വരെ, അത് ക്ഷേത്ര സന്യാസം. പക്ഷെ ഇത് 4 മാസം അവരെവിടേക്കും പോവില്ല. ഇവര് 4 മാസം പോവാൻ പാടില്ല. അവർ ഏത് സ്ഥലത്താണോ ആണെന്ന് വെച്ചാൽ അവിടെ മാത്രം നിൽക്കും. എന്നിട്ട് ഭക്തി സേവനം. അപ്പോൾ അങ്ങനത്തെ ഒരു വാവ് എടുക്കും, അങ്ങനത്തെ ഒരു പ്രതിജ്ഞ എടുക്കും. അപ്പോൾ ഇത് ജൂലൈ ടു ഒക്ടോബർ ആണ് ഈ സാധാരണ വരുന്നത്. ഈ ഡസ് നോട്ട് ഈറ്റ് സർട്ടൻ ഫുഡ്സ്, ഡസ് നോട്ട് ഈറ്റ് ട്വൈസ് ഇൻ എ ഡേ ഓർ ഡസ് നോട്ട് ലീവ് ഹോം.
വീട്ടിൽ നിന്ന് പോവില്ല, വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ആശ്രമത്തിലാണെങ്കിൽ ആശ്രമത്തിലായിരിക്കും. ചിലതെല്ലാം വർജിക്കും, ചിലതെല്ലാം കഴിക്കും. അങ്ങനെയുള്ള ചില പ്രതിജ്ഞകളെടുത്ത് അവർ ഭക്തിയുത സേവനം ചെയ്യുന്നു. അതാണ് എന്താണ് പറയുന്നത്, എന്ത് യജ്ഞയാണെന്ന് പറയുന്നത്? ഇന്ദ്രായണം അല്ല, തപോയജ്ഞ. തപോയജ്ഞം. ആദ്യത്തേത് ദ്രവ്യ ദ്രവ്യയജ്ഞ. അത് എന്താണ്? ചാരിറ്റി, ഓർഫനേജ്, അല്ലേ? പിന്നെ വൃദ്ധസദനം, ഹോസ്പിറ്റല്, സ്കൂള്, ഇതൊക്കെ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ദ്രവ്യയജ്ഞം. പിന്നത്തത് തപോയജ്ഞം. There are still others who engage themselves in different kinds of mystic yogas. അതിനും ഉയർന്ന ആൾക്കാരാണ് അഷ്ടാംഗ യോഗ പോലെയുള്ള യോഗ സിദ്ധികളിൽ കൂടെ ഭഗവാനെ പ്രാപിക്കാൻ നടക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പാതാഞ്ജലി സിസ്റ്റം ഫോർ മെർജിങ് ഇൻ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് അബ്സല്യൂട്ട്. അപ്പൊ അവർക്ക് എന്താണ് ആഗ്രഹം? ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കണം. ഓക്കെ. ഓർ അഠയോഗ ഓർ അഷ്ടാംഗ യോഗ, ഇതിന്റെ വേറെ പേരുകളാണ്. ഫോർ പെർട്ടിക്കുലർ പെർഫെക്ഷൻ, ആ ഒരു പെർഫെക്ഷൻ സ്റ്റേജിലെത്താൻ വേണ്ടിയിട്ട്. ആൻഡ് സം ട്രാവൽ ടു ഓൾ ദി സാങ്ക്ടിഫൈഡ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. ചില ആൾക്കാർ തീർത്ഥാടനത്തിന് പോകും. സോ ഓൾ ദീസ് പ്രാക്ടീസസ് ആർ കോൾഡ് യോഗയജ്ഞ. ഇതെല്ലാം യോഗയജ്ഞാണ്. അപ്പൊ നമ്മൾ ദ്രവ്യയജ്ഞം മനസ്സിലാക്കി, അല്ലെ? തപോയജ്ഞം മനസ്സിലാക്കി. പിന്നെ യോഗയജ്ഞം. യോഗയജ്ഞത്തിൽ നമ്മൾ അഷ്ടാംഗ യോഗ അല്ലെങ്കിൽ ഹഠയോഗ, അല്ലെ? അതിന് പാതാഞ്ജലി സിസ്റ്റം പറഞ്ഞു. പാതാഞ്ജലിയാണ് ഈ യോഗ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ചില ആൾക്കാര് പിൽഗ്രിമേജിന് പോകുന്നു, അത് ഒരു യോഗയജ്ഞത്തിൽ വരും. There are others who engage themselves in the studies of different Vedic literature. പിന്നെ അതിനും മീതെ ആണ് സ്വാധ്യായം, വേദിക് ലിറ്ററേച്ചർ പഠിക്കുക, എസ്പെഷ്യലി ദ ഉപനിഷത്ത് ആൻഡ് വേദാന്ത സൂത്രാസ് ഓർ ദ സാങ്ക്യ ഫിലോസഫി. അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരെ അവരെന്ത് പറയുന്നു? സ്വാധ്യായം ചെയ്യുന്ന ആൾക്കാർ പറയുന്നു. അതിൽ കൂടെ ഭഗവത് പ്രാപ്തി നേടുക. ഓൾ ഓഫ് ദീസ് ആർ കോൾഡ് സ്വാധ്യായ യജ്ഞ ഓർ എൻഗേജ്മെന്റ് in the engagement in the sacrifice of studies. All these yogis are faithfully engaged in different types of sacrifice and are seeking a higher status. എല്ലാവരും എന്താണ്? ഒരു ഹയർ സ്റ്റേറ്റസിൽ വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം ചെയ്യുന്നത്. ഒരു നല്ലൊരു ഭാവി, ചിലപ്പോൾ ഭൗതിക തലത്തിലുള്ള ഭാവിയായിരിക്കാം, ചിലപ്പോൾ ആധ്യാത്മിക തലത്തിലുള്ള ഭാവിയായിരിക്കാം. അപ്പൊ എന്ത് ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നത്, അത് വളരെ പ്രാധാന്യമാണ് ഇവിടെ കേട്ടോ. ഇതേ കാര്യങ്ങള് നമ്മളുടെ ഭൗതിക സുഖത്തിന് വേണ്ടി ചെയ്യാം. അപ്പൊ എന്താണ് നമ്മളുടെ ഉദ്ദേശം, എന്ത് ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് കൃഷ്ണ കോൺഷ്യസ്നസ് however is different from these because it is the direct service to Supreme Lord. പക്ഷെ കൃഷ്ണാവബോധം എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കാരണം ഇത് ഭഗവാനുള്ള ഡയറക്റ്റ് സർവീസ് ആണ്. Krishna consciousness cannot be attained by any one of the above mentioned types of sacrifice, but can be attained only by the mercy of Lord and his bona fide devotees. അപ്പൊ ഈ കൃഷ്ണാവബോധം ദ്രവ്യയജ്ഞം കൊണ്ടോ അല്ലെങ്കിൽ തപോയജ്ഞം കൊണ്ടോ യോഗയജ്ഞം കൊണ്ടോ സ്വാധ്യായം കൊണ്ടോ നമുക്ക് കിട്ടാൻ പറ്റുന്നതല്ല, ലഭിക്കുന്നതല്ല. അത് ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതാണ് ഏറ്റവും ഹയസ്റ്റ് യജ്ഞ. നമ്മളപ്പോ ഏതിൽ വരണം? ഈ നമ്മുടെ കൃഷ്ണാവബോധത്തിൽ ഈ പറയുന്ന എല്ലാ യജ്ഞങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദ്രവ്യയജ്ഞമുണ്ട്, തപോയജ്ഞമുണ്ട്, യോഗയജ്ഞമുണ്ട്, സ്വാധ്യായമുണ്ട്, അല്ലെ? ഇതെല്ലാം ഉണ്ട് കൃഷ്ണാവബോധത്തിൽ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്താണ്, എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്, ദാറ്റ് മാറ്റേഴ്സ്. അതാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്, കൃഷ്ണ കോൺഷ്യസ്നസ് കനോട്ട് ബി അറ്റൈൻഡ്. ഇതിന്റെ ആ ലാസ്റ്റ് സെന്റൻസ് മലയാളത്തിൽ നിന്ന് വായിക്കും. കൃഷ്ണ കോൺഷ്യസ്നസ് കനോട്ട് ബി അറ്റൈൻഡ്. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധം മുൻപറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്.
അപ്പൊ കൃഷ്ണാവബോധം ദിവ്യമാണ്. ഇത് ഭഗവാന്റെയോ ഭക്തന്മാരുടെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കുള്ളൂ. നമ്മൾ കൃഷ്ണാവബോധത്തിലും ചെയ്യുന്നത് ഈ മേൽപ്പറഞ്ഞ 4 യജ്ഞങ്ങളാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ളതാണ്. അതിന്റെ ഉദ്ദേശം ഈ 4 യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിനല്ല. മറ്റതെല്ലാം അവനവരുടെ മിക്കവാറും അവരവരുടെ ഇന്ദ്രിയഭോഗത്തിന് വേണ്ടിയിട്ടാണ്. പേരും പ്രശസ്തിക്കും പൂജ, ലാഭ, പ്രതിഷ്ഠ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവനവന് ഉപരിലോകത്തിൽ ചെന്ന് കൂടുതൽ ആസ്വാദനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പൊ അതുകൊണ്ട് അത് 100 കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഇത് മാത്രമാണ് ഏറ്റവും ഉച്ചകോടിയിലുള്ള ഒരു യജ്ഞം, കൃഷ്ണാവബോധം എന്നാണ് സോപാന പറയുന്നത്. ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലായിരുന്നു. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും ഈ ശ്ലോകത്തില്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പറയൂ. അല്ല, മറ്റ് യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? മതി. അപ്പൊ പതുക്കെ ആ ഒരു ഭക്തിയുത സേവനത്തിന്റെ ആ തലത്തിലേക്ക് നമ്മൾ ഉയരും. നമ്മൾ ഡയറക്ട്ലി ഭഗവാന്റെ സർവീസ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ആ യജ്ഞങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്, ഡയറക്റ്റ് സർവീസ് ഉണ്ടോ. കൃഷ്ണ കോൺഷ്യസ്നസ് അവർ ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ് ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്റ്റ് സർവീസ് ഓഫ് ദ സുപ്രീം ലോർഡ്. ഭഗവാന്റെ സേവനത്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റേത് നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ അത് ചെയ്ത് ഈ ഡയറക്റ്റ് സർവീസിൽ എത്തണം. അപ്പൊ ഈ ഡയറക്റ്റ് സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ എന്തിനാ മറ്റതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്? അതെ, നമ്മുടെ ഉദ്ദേശം ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ആ സ്ഥലത്ത് ആൾറെഡി എത്തിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ഡയറക്റ്റ് സർവീസാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സർവീസ് ചെയ്യാനുള്ള ആ തലത്തിലേക്ക് ആൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ തലത്തിൽ നമ്മൾ മറ്റുള്ള 4 യജ്ഞങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മറ്റേ ചെയ്യുമ്പോൾ അവർ ഡയറക്റ്റ് ഓരോന്നും ചെയ്യുമ്പോൾ മറ്റേ യജ്ഞങ്ങൾ അവർ ചില സമയത്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കില്ല, അവനവന്റെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതും യജ്ഞമാണ്, അതിൽ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ്? സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ്. ആ വ്യത്യാസം. അപാനേ ജുഹതി പ്രാണം പ്രാണേ പ്രാണം തഥാ പരേ പ്രാണാപാനാഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണം പ്രാണേഷു ജുഹതി. അപാനേ ജുഹതി പ്രാണം പ്രാണേ പ്രാണം തഥാ പരേ പ്രാണാപാനാഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണപ്രാണേഷു ജുഹതി. സ്മിത മാതാജി. നമോ ഭഗവതി വാസുദേവായ. അപാനേ ജിഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഓക്കെ, മംഗള മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഓം നമോ ഭഗവതി വാസുദേവായ. അപാനേ ജുഹതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപാനേ ജുഹതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനാഗതിരുദ്ധ്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. വിവർത്തനം. ഭാവാർത്ഥം. ദിവ്യപൂജ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശിരപ്രഭാതർ കി ജയ്. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസം നിരോധനം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട്.
ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സ്റ്റിൽ അതേഴ്സ്, ഇനിയും അതായത് ഈ മേൽപ്പറഞ്ഞ ആ കാറ്റഗറിയിൽ പെടാത്ത ചില ആൾക്കാർ were inclined to the process of breath restraint to remain in trance. സമാധിയിലേക്ക് പ്രാണായാമം ചെയ്തിട്ട് അവർ സമാധിയിലേക്ക് എത്താൻ നോക്കുന്നു. പ്രാക്ടീസ് ബൈ ഓഫറിംഗ് ദ മൂവ്മെന്റ് ഓഫ് ദ ഔട്ട് ഗോയിങ് ബ്രെത്ത് ഇൻ ടു ദ ഇൻകമിങ്. ഓക്കെ, അപ്പോൾ പ്രാണായാമം ആ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ആൻഡ് ദ ഇൻകമിങ് ബ്രെത്ത് ഇൻ ടു ദ ഔട്ട് ഗോയിങ് ആൻഡ് ദ അറ്റ് ലാസ്റ്റ് റിമെയിൻ ഇൻ ട്രാൻസ്. അവരങ്ങനെ ആ ഒരു സമാധി സ്റ്റേജിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. സ്റ്റോപ്പിംഗ് ഓൾ ബ്രീതിങ്, കംപ്ലീറ്റ് ബ്രീതിങ്, ശ്വാസം നിർത്തിയിട്ട്. അത് കട്ടൈലിംഗ് ദ ഈറ്റിംഗ് പ്രോസസ്. ചില ആൾക്കാർ ഫാസ്റ്റ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ ആ ഭക്ഷണം ഇൻടേക്ക് കുറച്ചിട്ട് ഓഫർ ദ ഔട്ട് ഗോയിങ് ബ്രെത്ത് ഇൻ ടു ഇറ്റ് സെൽഫ് എ സാക്രിഫൈസ്. അപ്പോൾ വിവിധ തരത്തിലുള്ള സാക്രിഫൈസ് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊന്നും ഈ യുഗത്തിൽ പറഞ്ഞല്ല, നമുക്ക് പറഞ്ഞല്ല. പക്ഷെ ഇതെല്ലാം ഒരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട്. സോ ദിസ് സിസ്റ്റം ഓഫ് യോഗ ഫോർ കൺട്രോളിംഗ് ദ ബ്രീതിങ് പ്രോസസ് ഇസ് കോൾഡ് പ്രാണായാമ. ഓക്കെ, അഷ്ടാംഗ യോഗത്തിന്റെ ഒരു പെർട്ടിക്കുലർ ലിംബാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് ഈസ് പ്രാക്ടീസ് ഇൻ ദ ഹഠ യോഗ സിസ്റ്റം ത്രൂ ഡിഫറെന്റ് സിറ്റിംഗ് പോസ്ചർ. ആസനങ്ങൾ, പലതരത്തിലുള്ള ആസനങ്ങളിൽ കൂടെയാണ് ഇത് പ്രാണായാമം ചെയ്യുന്നത്. All of these processes are recommended for controlling senses for the advancement in spirit. ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. This practice involves controlling the airs within the body so as to reverse the directions of their passage. The apana air goes downward. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 5 പ്രധാനപ്പെട്ട വായു ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ അപാന ഗോസ് ഡൗൺവേർഡ്, താഴേക്ക് പോകും. ആൻഡ് പ്രാണ എയർ goes up. Pranayama yogi practices breathing the opposite way until the currents are neutralized into puraka equilibrium. അപ്പൊ ഓപ്പോസിറ്റ് വേയിലാണ് ഇപ്പൊ കറണ്ട് ഫ്ലോ. ഒരു റിവർ കറണ്ട് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ യോഗി എന്ത് ചെയ്യണം? റൈറ്റിലേക്ക്. ഓക്കെ, എഗെയിൻസ്റ്റ് ദ കറണ്ട്. അതേപോലെ ഈ ബ്രീതിങ്ങും ഓപ്പോസിറ്റ് ആയിട്ട് അവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഈക്വിലിബ്രിയത്തിൽ, ന്യൂട്രാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓഫറിംഗ് ദ എക്സൈൽഡ് ബ്രെത്ത് ഇൻ ടു ദ ഇൻഹേൽഡ് ബ്രെത്ത് ഈസ് കോൾഡ് റിച്ചക. ഇതൊക്കെ ടെക്നിക്കൽ ടൈമാണ്, യോഗാസനത്തിൽ ചെയ്യുന്നതാണ്. പ്രാണായാമത്തിൽ വെൻ ബോത്ത് എയർ കറന്റ്സ് ആർ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് വൺ ഈസ് സെറ്റ് ടു ബി ഇൻ കുംഭക യോഗ. അപ്പോൾ ബോത്ത് എയർ പറഞ്ഞാൽ ശ്വാസം വലിക്കുന്നതും ശ്വാസം വിടുന്നതും, ഇൻകമിങ് ആൻഡ് ഗോയിങ്. അപ്പൊ അതിനെന്താണ് പറയുന്നത്? കുംഭക യോഗ. ബൈ പ്രാക്ടീസ് ഓഫ് കുംഭക യോഗ വൺ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഫോർ പെർഫെക്ഷൻ ഇൻ സ്പിരിച്വൽ റിയലൈസേഷൻ. എന്താണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്? ഓക്കെ, ബൈ പ്രാക്ടീസ് ഓഫ് കുംഭക യോഗ വൺ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഫോർ പെർഫെക്റ്റ് ഇൻ സ്പിരിച്വൽ റിയലൈസേഷൻ. എങ്ങനെ അത് സാധിക്കും? നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് നമ്മുടെ ഡ്യൂറേഷൻ ലൈഫ് ഫിക്സ് ആണ്. അത് 1 സെക്കൻഡ് കൂട്ടാനും 1 സെക്കൻഡ് കുറയ്ക്കാനും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത് നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് കൂട്ടാൻ പറ്റുന്നത്? ഇപ്പൊ കുംഭയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ലൈഫ് സ്പാൻ തന്നിട്ടുണ്ട്. അതിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡും കൂടി നമുക്ക് കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. പിന്നെ എന്താണ് ഇത്? എങ്ങനെ യോഗിക്ക് സാധിക്കും? എന്താണ് അതിന് കാര്യം അല്ലെങ്കിൽ കാരണം? അവർക്ക് സിദ്ധികൾ വരില്ല പ്രഭു, കുറച്ച് ചെയ്തു വരുമ്പോ അതിൽ നിന്ന് കിട്ടണതാണോ അങ്ങനെ? സിദ്ധികൾ കിട്ടുകൊണ്ടല്ല, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പം ഇങ്ങോട്ട് വരുന്നില്ല.
ഇവിടെ തന്നെയാണോ പ്രഭുജി? ഇവിടെ തന്നെ മീൻസ് അതായത് ഈ പിന്നെന്താ പറയുക, അവര് നിക്കണ ഇതില് പറഞ്ഞല്ലോ കുംഭക എന്നൊക്കെ പറഞ്ഞ ശ്വാസത്തിന്റെ ഒക്കെ. കുംഭക യോഗ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് ആണ്, ഒരു ടെക്നിക്സ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ആ യോഗ ഉപയോഗിച്ചിട്ട് അവരുടെ ലൈഫ് സ്പാൻ, ഫോർ എക്സാമ്പിൾ 10 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി 11 കൊല്ലമായിട്ട് ജീവിക്കാൻ പറ്റും അദ്ദേഹത്തിന് ഈ യോഗ പ്രാക്ടീസിലൂടെ. അല്ലെങ്കിൽ 100 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി 110 കൊല്ലം ജീവിക്കാൻ പറ്റും, 120 കൊല്ലം ജീവിക്കാൻ പറ്റും. എങ്ങനെ സാധിക്കും? എന്താണ് അതിന്റെ കുട്ടൻസ്? ഹരേ കൃഷ്ണ പ്രഭു. എന്നുവെച്ചാൽ ഗുട്ടൻസ് എന്ന് വെച്ചാൽ പ്രഭു ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറയാൻ മാത്രം. ഇപ്പൊ ഒരാൾക്ക് ഇത്ര ശ്വാസം ഉണ്ട് എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചു. അതാണ് എന്റെ കാരണം. അപ്പൊ ഈ പ്രാണായാമൊക്കെ ചെയ്യുന്ന വഴി അവർക്ക് ശ്വാസത്തെ നിയന്ത്രിക്കാനും അങ്ങനെ അവരുടെ ആയുസ്സിനെ ദീർഘം വരുത്താനും കഴിയും. അതാണ് അതിന്റെ കാര്യം. കാരണം വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇത്ര ശ്വാസോച്ഛ്വാസം എടുക്കാം എന്നാണ്. അപ്പൊ നമ്മൾ അത് ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്താൽ നമ്മുടെ ലൈഫ് സ്പാൻ ഓട്ടോമാറ്റിക്കലി കൂടും, അല്ലെ? നമ്മൾ ഒരു ദിവസം ശ്വാസോച്ഛ്വാസം എടുത്തില്ല ഈ യോഗ പ്രാക്ടീസ് കൂടെ, അപ്പൊ ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടി. അങ്ങനെ 6 മാസം ധ്രുവ മഹാരാജാവ് 6 മാസത്തെയാണ് ഭഗവാന്റെ ആ ഒരു ഇത് ചെയ്ത് ധ്യാനം. അതിൽ കുറെ കാലം ഈവൻ ശ്വാസം നിർത്തി. അപ്പൊ അത്രയും കാലം അദ്ദേഹത്തിന് എക്സ്ട്രാ കിട്ടി. എനിക്ക് മനസ്സിലായില്ല പ്രഭു നേരത്തെ ചോദിച്ചത്. ഭഗവാൻ ഇത്ര നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെങ്ങനെ 10 കൂട്ടാന്നുള്ളതല്ലേ ചോദിച്ചത്? നമ്മുടെ ലൈഫ് ഇതിപ്പോ പറയുന്നത്, അതായത് ബൈ പ്രാക്ടീസ് ഓഫ് കുംഭക യോഗ വൺ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഫോർ പെർഫെക്ഷൻ ഇൻ സ്പിരിച്വൽ റിയലൈസേഷൻ. അപ്പൊ നമ്മളുടെ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കാലയളവ്, ലൈഫ് സ്പാൻ കഴിയും. നമുക്ക് 1 മില്യൺ ലൈഫ് ബ്രെത്താണ്. ആ 1 മില്യൺ ബ്രെത്ത് നമുക്ക് 10 കൊല്ലം കൊണ്ട് എടുക്കാം, 100 കൊല്ലം കൊണ്ട് എടുക്കാം. ലൈഫ് സ്പാൻ കൂടിയോ? അതേപോലെ കുറയ്ക്കാനും പറ്റും. പെട്ടെന്ന് നമ്മൾ അത്ലറ്റിക്സ് നമ്മൾ ഓട്ടം ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം പെട്ടെന്ന് എടുക്കും, അപ്പോൾ കുറയ്ക്കാനും പറ്റും, കുറയുകയും ചെയ്യും. അപ്പോൾ ഒരു യോഗി തൻ്റെ പ്രാണായാമത്തിലൂടെ അതിനെ നിയന്ത്രിച്ചിട്ട് ലൈഫ് സ്പാൻ കൂട്ടുന്നു. പക്ഷെ ഭഗവാൻ കൊടുത്തത് അത്രേ ഉള്ളൂ. ഭഗവാൻ കൂട്ടി കൊടുത്തിട്ടില്ല, കുറച്ചിട്ടില്ല. നിങ്ങൾക്ക് 100 ശ്വാസം എടുക്കാം ഈ ലൈഫിൽ. ആ 100 ശ്വാസം 10 ദിവസം കൊണ്ടെടുക്കാം, 100 ദിവസം കൊണ്ടെടുക്കാം, 10 കൊല്ലം കൊടുക്കാം, 100 കൊല്ലം കൊടുക്കാം. ദാറ്റ് ഇസ് അപ് ടു യു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 100 ശ്വാസം തന്നിട്ടുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ സ്മിത മാതാജി പറഞ്ഞാണ് കറക്റ്റ്. കാരണം വെച്ചാൽ നമുക്ക് തന്ന ആയുധം പറഞ്ഞാൽ 100 ശ്വാസം ഫോർ എക്സാമ്പിൾ. ആ 100 ശ്വാസം നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം യോഗ പ്രാക്ടീസിലൂടെ. അതേപോലെ നമ്മൾ മിസ്യൂസ് ചെയ്യാം. കൂടുതൽ സെൻസ് എൻജോയ് ചെയ്യുമ്പോൾ കൂടുതൽ പെട്ടെന്ന് ശ്വാസം എടുക്കുന്ന നമ്മുടെ ഇത് കുറയുന്നു. യോഗികളുടെ ലൈഫ് സ്പാന് കൂടുന്നു. കാരണം അവരുടെ ലൈഫ് സ്പാൻ എന്താണ്? അവർ യോഗ പ്രാക്ടീസിലൂടെ പ്രാണായാമം ചെയ്തിട്ട് അതിനെ നിയന്ത്രിച്ചിട്ട് അവർക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ ഭഗവാൻ തന്നത് എത്രയേ ഉള്ളൂ, ഭഗവാൻ കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ ലൈഫ് സ്പാൻ തീരുമാനിക്കുന്നത് എത്ര ശ്വാസം അതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇത്ര കൊല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ ഇന്റലിജന്റ് യോഗി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൈനിങ് പെർഫെക്ഷൻ ഇൻ വൺ ലൈഫ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ്. അപ്പൊ ഒരു ബുദ്ധിമാനായിട്ടുള്ള യോഗി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിലൂടെ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട്, സ്പിരിച്വൽ റിയലൈസേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് അവർ കാത്തിരിക്കില്ല. ഞാൻ അടുത്ത ജന്മത്തിൽ പെർഫെക്റ്റ് ആവാമെന്ന് വിചാരിക്കില്ല. ബൈ പ്രാക്ടീസിങ് കുംഭക യോഗ ദ യോഗി ഇൻക്രീസിങ് ദ ഡ്യൂറേഷൻ ഓഫ് life by many years. A Krishna conscious person, however, being always situated in the trance and loving service of Lord, automatically becomes the control of senses. പക്ഷെ ഒരു ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന, ഒരു ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു ഭക്തൻ ഇതിനൊന്നും ചെവിയും കൊടുക്കില്ല, കണ്ണും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. കാരണം അവർക്കറിയാം ഭഗവാന് ഡയറക്റ്റ് സർവീസ് ചെയ്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരു യോഗി സമ്പാദിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് ഭഗവത് പ്രാപ്തി കിട്ടും. അതാണ് ഡയറക്റ്റ് ലവിങ് സർവീസ്.
ഓട്ടോമാറ്റിക്കലി ബിക്കംസ് കൺട്രോൾ ഓഫ് ദ സെൻസസ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിട്ട് നമ്മൾ ഭഗവത്ധാമിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. His senses being always engaged in the service of Krishna have no chance of becoming otherwise engaged. അപ്പൊ ഈ വായു എടുക്കണത് അപ്പൊ വേറൊക്കെ തരത്തില് കൂടെ ഇപ്പൊ നമ്മള് വലിയൊരു ഓട്ട മത്സരം അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ വായു കൂടുതല് ഇത് എടുക്കല്ലേ? അപ്പൊ അത് കുറയും. അപ്പൊ അങ്ങനത്തേനൊന്നും പോവണ്ടെന്നാണോ പറയണ? അപ്പൊ അങ്ങനത്തേനും പോകണ്ടെന്നല്ല പറയുന്നത്, അതിൽ ആഗ്രഹമുള്ള ആൾക്കാർ പോകും. നമ്മൾ വെറുതെ പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഹെൽത്ത് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പോവാം. ആയുസിന്റെ ഇത് അല്ല, ആയുസ്സല്ലല്ലോ. നമുക്ക് 32 വർഷമാണ് ശങ്കരാചാര്യർ ജീവിച്ചിട്ടുള്ളൂ. 48 വർഷമേ ചൈതന്യ മഹാപ്രഭു ജീവിച്ചിട്ടുള്ളൂ. അവര് ചെയ്ത ഈ 32 വർഷം 48 വർഷത്തിന്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങള് നമുക്ക് 1000 വർഷം ചെയ്താലും 1000 10,000 1 മില്യൺ വർഷത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്പർ ഓഫ് ഇയേഴ്സ് ജീവിക്കാനല്ല, ജീവിക്കുന്ന സമയം നന്നായിട്ട് ഭഗവത് സേവനം ചെയ്ത് ജീവിക്കുക, അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം കൂടി കിട്ടി പറഞ്ഞാൽ നമുക്കൊന്ന് ഒരു ദിവസം കൂടി കിട്ടി, നമുക്ക് ബോധമില്ല, കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മളുടെ ഉദ്ദേശം ഒരു ദിവസം നീട്ടിക്കിട്ടുക, ഒരു കൊല്ലം നീട്ടിക്കിട്ടുക, 10 കൊല്ലം നീട്ടിക്കിട്ടുക എന്നല്ല. 10 ദിവസം ജീവിച്ചാലും മതി. ആ 10 ദിവസം എന്നും ഓർമ്മിക്കുന്ന, മറ്റുള്ളവരും കൂടി ഓർമ്മിക്കുന്ന വിധത്തിലായിരിക്കണം. അപ്പൊ യോഗികള് അങ്ങനെ കാലാവധി കൂട്ടിയെടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? കാലാവധി കൂട്ടിയെടുക്കുക, ഭഗവാന്റെ ആ ഒരു യോഗത്തില് അവര് മഗ്നമാകുന്നു, കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യോഗസിദ്ധിയിലൂടെ. അപ്പൊ അവരുടെ ഉദ്ദേശം അതാണ്. പക്ഷേ അപ്പൊ അവർക്ക് ലൈഫ് സ്പാൻ കൂടുന്നത് കൂടുതൽ ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ചില ആൾക്കാര് അത് ഇന്ദ്രിയ ഭോഗത്തിനായിരിക്കാം. അപ്പൊ അത് ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ചെയ്യുന്നത്. പറയുന്നത് ഇപ്പൊ പ്രഭുജി ലാസ്റ്റ് പറഞ്ഞത് ഭക്തന്മാർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇല്ല, ഭക്തന്മാർക്ക് ഭക്തി മതി. ഭക്തിയിൽ ഇതല്ലാണ്ട്, ഭക്തിയിൽ യോഗയുണ്ട്, അതേപോലെ സ്വാധ്യായമുണ്ട്, തപസ്സുണ്ട്, യജ്ഞമുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. സോ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് ഹി ഈസ് നാച്ചുറലി ട്രാൻസ്ഫർഡ് ടു ട്രാൻസംപ്ലേറ്റ്. അതായത് യോഗ പ്രാക്ടീസിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യോഗി ആ ജീവിത അവസാനത്തിൽ ഭഗവാന്റെ ധാമിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ആ തലത്തിലേക്ക് ഉയരുന്നു. കോൺസിക്വന്റ്ലി ഹി മേക്സ് നോ അറ്റംപ്റ്റ് ടു ഇൻക്രീസ് ഹിസ് ലോങ്ങിവിറ്റി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ജീവിതകാലം കൂട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ശ്രമിക്കുന്നത്, നേരെ മറിച്ച് ഈ പ്രാണായാമത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ് അറ്റ് വൺസ് റേസ്ഡ് ടു ദ പ്ലാറ്റ്ഫോം ഓഫ് ലിബറേഷൻ ആസ് സ്റ്റേറ്റഡ് ഇൻ ഭഗവത്ഗീത 14.26. മാം ചയോ വ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സഗുണാൻ സമിതിത്തേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നാണ് പറയുന്നത്. വൺ ഹു എൻഗേജസ് ഇൻ അൺഅലോയ്ഡ് ഡിവോഷണൽ സർവീസ് ടു ദ ലോർഡ് ട്രാൻസെൻഡ് ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ ആൻഡ് ഇസ് ഇമ്മീഡിയറ്റ്ലി എലിവേറ്റഡ് ടു ദ സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മളൊരു യോഗി ആവണ്ട, ഒന്നും ആവണ്ട, യോഗി ആവണ്ട, രോഗി ആവണ്ട, ഭോഗി ആവണ്ട. 3 തവണ മൂക്കറ്റം കഴിക്കുന്ന ആൾക്കാര് ഭോഗി, 2 തവണ കഴിക്കുന്ന ആൾക്കാര് രോഗി, 1 തവണ കഴിക്കുന്ന ആൾക്കാര് യോഗി. അല്ലേ? 3 തവണ ഭക്തന്മാര് 3 നേരവും പ്രസാദം അത് ഭോഗിക്കാൻ വേണ്ടി കഴിക്കാൻ പാടില്ല. 3 നേരം കഴിക്കാം, പക്ഷെ പ്രസാദമായിട്ട്, പ്രസാദം ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് ഭോഗ്യാവില്ല. അല്ലാണ്ട് പ്രസാദമല്ലാണ്ട് തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി കഴിക്കുന്ന ആൾക്കാര് 3 നേരം മൂക്കറ്റം കഴിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഭോഗി എന്ന് പറയും, അല്ലേ? പിന്നെ ഭോഗി, യോഗി, 4 തവണ കഴിക്കുന്ന ആൾ ദ്രോഹി, 4 തവണ കഴിക്കുന്ന ആള്.
മറ്റുള്ളവരുടെയും കൂടി കഴിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, തമാശക്ക് പറയുന്ന കേട്ടോ. Okay. One who engages in unalloyed devotion service to the Lord transcends the modes of material nature and is immediately elevated to the spiritual platform. അല്ല, ഇത് ഞാൻ തിരിച്ചേ പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം കഴിക്കുന്ന ആള് യോഗി, 2 പ്രാവശ്യം കഴിക്കുന്ന ആള് ഭോഗി, 3 പ്രാവശ്യം കഴിക്കുന്ന ആള് രോഗി, 4 പ്രാവശ്യം കഴിക്കുന്ന ആള് ദ്രോഹി. അങ്ങനെ. So Krishna conscious person begins from the transcendental stage and is constantly in that consciousness. അപ്പൊ എന്താ ചുരുക്കത്തിൽ പ്രഭാതം അവിടെ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഉണ്ട് അതിൻ്റെതായിട്ട് സ്ഥാനത്താണ്. നമ്മൾക്ക് ഭക്തിമാർഗം, ഡയറക്റ്റ് ഡിവോഷൻ സർവീസ്, അതിൽ നമ്മളെല്ലാം വേണ്ടുന്ന പ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട്. Therefore, there is no falling down and ultimately he enters into the abode of Lord without delay. The practice of reduced eating is automatically done when one eats only Krishna Prasadam or food which is offered first to the Lord. അപ്പോൾ നമ്മളുടെ റെഡ്യൂസ് മിതാഹാരം, അല്പാഹാരം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന എങ്ങനെ, നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ. പ്രസാദം എങ്ങനെ കഴിക്കണം, എങ്ങനെ ഓണർ ചെയ്യണം, അത് 50% മാത്രമേ കഴിക്കാൻ പാടൂ, 25% വെള്ളത്തിന് വെക്കണം, 25% വായുവിനും വെക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ മിതാഹാരമായി കഴിക്കേണ്ടത്. എന്താണ് കഴിക്കാൻ പാടുന്നു അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഭഗവാൻ അർപ്പിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ ചെയ്യേണ്ടത്. എന്തും കിട്ടിയത് കഴിക്കാൻ പാടില്ല, ഭഗവാൻ ഓഫർ ചെയ്യാണ്ട് കഴിക്കാൻ പാടില്ല. ഭഗവാൻ ഓഫർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ കാര്യങ്ങൾ, പത്രം, പുഷ്പം, ഫലം, തോയം എന്നെല്ലാം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഭഗവാൻ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിക്കുമ്പോൾ നമുക്ക് വേറെ യാതൊരു ഇന്ദ്രിയങ്ങളുടെ ഒരു അജിറ്റേഷനും വരില്ല. So reducing the eating process is very helpful in the matter of sense control. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ കൺട്രോൾ അധീനത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ സാത്വികമായിട്ടുള്ള മിതാഹാരം കഴിക്കണം, ആ ഫുഡ് കൺട്രോൾ ചെയ്യണം, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം. എന്നാൽ നമ്മളുടെ സെൻസസിന്, ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അത് അജിറ്റേറ്റ് ചെയ്യും. വി ആർ വാട്ട് വി ഈറ്റ് എന്നൊരു ചൊല്ലുണ്ട്, ജൈസെ അൻ വൈസെ മൻ. നമ്മളുടെ അന്നം എങ്ങനെയാണോ അതുപോലെ അത് പ്രകാരിക്കണം നമ്മുടെ മനസ്സ് ആൻഡ് കോൺഷ്യസ്നസ്. നമ്മുടെ കോൺഷ്യസ്നസ് എങ്ങനെയാണോ അത് പ്രകാരിക്കും നമ്മളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് സ്പീച്ച്, എങ്ങനെയാണോ സ്പീച്ച് അങ്ങനെയാണ് ആക്ടിവിറ്റി. അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ അന്നം കഴിക്കുമ്പോൾ അത് മിതമായിട്ട് കഴിക്കുക, സാത്വികമായിട്ട് കഴിക്കുക, സമയത്തിന് കഴിക്കുക, ഭഗവാൻ പറഞ്ഞത് അത് പ്രകാരം കഴിക്കുക. അത് ഈറ്റിംഗ് പറഞ്ഞാൽ വെറും ഫുഡ് മാത്രമല്ല, ചെവി കൂടി നമ്മൾ കഴിക്കുന്നുണ്ട്. ചെവി കൂടി എന്താണ്, ശ്രവണം ചെയ്യുന്നുണ്ട്. പ്രചൽപ്പ കേൾക്കാൻ പാടില്ല. ഭക്തന്മാരെ നിന്ന് ഭാഗവതം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളുടെ ഭഗവാന്റെ ലീലകളും ഭക്തന്മാരുടെ ലീലകളും കേൾക്കുക. അതും നമ്മൾ ആഹാരം കഴിക്കുന്ന തുല്യമാണ്. ഫീഡിങ് ത്രൂ ദ ഇയേഴ്സ്. അപ്പൊ ആരെന്ന് എന്ത് കേൾക്കുന്നു, ആരെന്ന് കേൾക്കുന്നു, ഇതെല്ലാം പ്രാധാന്യമാണ്. So reducing the eating process is very helpful in the matter of sense control. And without sense control, there is no possibility of getting out of the material. അപ്പൊ സെൻസ് കൺട്രോൾ ചെയ്യാണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ അധീനത്തിന് കൊടുന്ന് ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കാതെ നമുക്ക് ഈ ഭൗതിക തലത്തിൽ നിന്നും ആ ആസക്തിയിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഭൗതിക തലത്തിൽ നിന്നും നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിന് ഉപയോഗിക്കണം. ഋഷികേശ സേവനം ഭക്തി ഉച്ചത എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഓക്കെ, സമയം എന്തായി? 11:48 ഒരു ശ്ലോകം കൂടി എടുത്തൂടെ? എടുക്കാം, ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു ശ്ലോകം കൂടി എടുക്കാം. 13. സർവേപി ഏതി യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം യജ്ഞശിഷ്ടാമൃതോ ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. സർവേപി ഏതി യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം
യജ്ഞശിഷ്ടാമൃതാ ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവ അപ്യതേ യജ്ഞാവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. ന. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവേ അപി യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. പറയും. ഭഗവതേ വാസുദേവായ. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞശപിത കൽമഷഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. വിവർത്തനം ഭാവാർത്ഥം ദിവ്യപൂജ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭാതർക്ക് ജയ്. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. ഹരേ കൃഷ്ണ. Very good. All these performers who know the meaning of sacrifice become cleansed of sinful reactions, and having tasted the nectar of the results of sacrifices, they advance towards supreme eternal atmosphere. അപ്പോൾ ഈ മേൽപ്പറഞ്ഞുള്ള എല്ലാ യോഗ പെർഫോമേഴ്സും, ദ്രവ്യയോഗമാകട്ടെ, തപോയോഗം, പിന്നെന്താണ് പറഞ്ഞത്, യോഗയജ്ഞ, സ്വാധ്യായയജ്ഞ, അല്ലേ, ഇവരെല്ലാവരും സ്ലോലി ആൻഡ് ഗ്രാജുവലി എവിടേക്ക് ഉയർത്തപ്പെടുന്നു? അവരുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ട് ഭഗവാന്റെ ധാമിലേക്ക്. ദ അഡ്വാൻസ് ടുവേർഡ് ദ സുപ്രീം എറ്റേണൽ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഭഗവത് പ്രാപ്തി ആയിരിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ഭൗതിക സുഖത്തിനാണെങ്കിൽ നടക്കില്ല. പല ആൾക്കാരും യോഗ അഭ്യാസം ചെയ്യുന്നുണ്ട്, ഓക്കെ, കൂടുതൽ കൂടുതൽ സിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട്. അവർ ഈ തലത്തിലേക്ക് എത്തില്ല. സിദ്ധി കിട്ടും അവർക്ക്. അവർ സ്വർഗത്തിലും അവിടെയും ഇവിടേക്ക് പോയിട്ട് വീണ്ടും വീണ്ടും ആസ്വദിച്ച് വീണ്ടും തലത്ത് ഭൂമിയിലേക്ക് പതിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരല്ല. ശരിക്കും ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഈ യജ്ഞങ്ങൾ, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇതേ കാര്യങ്ങൾ നമ്മൾ ഭൗതിക സുഖത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് കിട്ടില്ല, അല്ലെ? ഇപ്പൊ ഈ യജ്ഞങ്ങൾ, ഇപ്പൊ പറഞ്ഞ യജ്ഞങ്ങൾ നമുക്ക് രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. ഭൗതിക സുഖത്തിനും ഉപയോഗിക്കാം, അതേപോലെ ആധ്യാത്മികമായിട്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഉദ്ദേശം, എന്ത് ഉദ്ദേശത്തോടാണ് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും റിസൾട്ട്. അപ്പൊ ഇത് ശരിക്കും ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സ്ലോലി ആൻഡ് ഗ്രാജുവലി, പതുക്കെ പതുക്കെ നമ്മൾ ഭഗവതാമിലേക്ക് എത്തും, ഇല്ലേ? ഇപ്പോ ദ്രവ്യയജ്ഞം, എനിക്ക് ദ്രവ്യയജ്ഞം എങ്ങനെ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഉദാഹരണത്തിന് മംഗളമാതാജി. ഹോസ്പിറ്റലിൽ ചാരിറ്റബിൾ ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണമെല്ലാം തന്നെ അവരുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. അല്ല, നമ്മൾ ചാരിറ്റി അല്ല കൊടുക്കുന്നത്. അപ്പൊ അതിലിപ്പോ പണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ദ്രവ്യജ്ഞല്ലേ പറഞ്ഞത്? അതെ. ഇപ്പൊ ചാരിറ്റി ഞാൻ പൈസ കൊടുക്കുന്നു, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപകാരമാണ്. പക്ഷെ ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ അതൊന്നും ഭൗതികമായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല. നേരെ മറിച്ച് ഞാൻ അത് ചെയ്യുന്നത് ഭഗവത് പ്രാപ്തിക്കുമല്ല. അപ്പൊ എങ്ങനെ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അവരിവിടെ തന്നെ കുടുങ്ങി പോകും, വീണ്ടും ജന്മം എടുക്കേണ്ടി വരും സ്വർഗത്തിൽ. അല്ല, ഞാൻ പറയുന്നത് ഈ യജ്ഞം, ദ്രവ്യയജ്ഞം നമുക്ക് ഭൗതിക സുഖത്തിനും ആധ്യാത്മിക ഉദ്ധാരണത്തിനും ഉപയോഗിക്കാം. ആധ്യാത്മികത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ മറ്റുള്ള മക്കൾക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അതിലൂടെ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി ഭഗവത് പ്രാപ്തി നേടാൻ പറ്റും. പക്ഷെ അതേസമയം ആ ഉദ്ദേശമല്ല ഞാൻ ചെയ്യുന്നത് ചാരിറ്റി ചെയ്യുന്നു. എനിക്ക് ഭൗതിക സുഖം, എങ്ങനെ എനിക്ക് ഭൗതിക സുഖം കിട്ടും? പ്രതീക്ഷ വെച്ചോണ്ട്. എന്താ പ്രതീക്ഷ? അതായത് ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കത് കിട്ടണം, അങ്ങനെയുള്ള ഒരു ചിന്ത. യെസ്, അതൊന്ന്. പിന്നെ പേരും പ്രശസ്തിയും.
അപ്പൊ ഞാൻ ഇന്ന് കൊടുക്കുന്നു, എനിക്ക് നാളേക്ക് എന്തെങ്കിലും ആവശ്യമുള്ളൂ, ഭഗവാൻ അതിനൊരു അറേഞ്ച്മെന്റ് എനിക്ക് തരുന്നു. അതൊന്ന്. രണ്ടാമത്തത്, എനിക്ക് വേണ്ടത് പേരും പ്രശസ്തിയാണ്. എന്നെ എല്ലാവരും ആദരിക്കണം. കണ്ടോ, ഇത്ര നല്ലൊരു ഡൊണേഷൻ കൊടുക്കുന്നുള്ള, ഇത്ര നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതാണ്. എൻ്റെ അമ്മയുടെ പേരിൽ, എൻ്റെ അച്ഛൻ്റെ പേരിൽ ആ സ്മാരകം, ഈ സ്മാരകം, ഹോസ്പിറ്റൽ ഉണ്ടാക്കി, സ്കൂൾ ഉണ്ടാക്കി, കിണറുണ്ടാക്കി, കുളം ഉണ്ടാക്കി, അമ്പലം ഉണ്ടാക്കി. ഇതൊക്കെ എന്തിനാണ്? എൻ്റെ പേരും പ്രശസ്തിക്കും. ഭൗതിക സുഖം, നല്ല സുഖമല്ലേ ഇത് കേൾക്കുമ്പോ? ആൾക്കാർ നമ്മളെ പ്രേസ് ചെയ്യുമ്പോ, നമ്മളെ പുകഴ്ത്തുമ്പോ നല്ല സുഖമല്ലേ കേൾക്കുമ്പോ? ഇല്ലേ? അതാണ് ഇന്ദ്രിയ ഭോഗം. അപ്പൊ ദ്രവ്യയജ്ഞത്തിൽ കൂടെ നമുക്ക് രണ്ടും സാധിക്കാം. അതേപോലെ തപോയജ്ഞം എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ കൂടുതൽ ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോയി കൂടുതൽ കൂടുതൽ ആസ്വാദനം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത്. മറ്റേ യോഗയജ്ഞം മിസ്റ്റിക് പവർ, സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആഗ്രഹിക്കുന്ന എന്തും സാധിക്കാനുള്ള സിദ്ധി എനിക്ക് വേണം. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യയിൽ എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടണം. എനിക്ക് ഇന്ദ്രിയ തൃപ്തി കിട്ടണം. എല്ലാവരെയും വശീകരിക്കാനുള്ള ഇത് വേണം, സിദ്ധി വേണം. വലുതാവാനുള്ള സിദ്ധി വേണം, ചെറുതാവാനുള്ള സിദ്ധി വേണം. അതൊക്കെ എന്താണ്? ഭൗതിക തലത്തിലാണ്. അതേ യോഗ സിസ്റ്റം നമുക്ക് ഭഗവത് പ്രാപ്തിക്ക് ഉപയോഗിക്കാം, അല്ലേ? സോ ഫ്രം ദ മനസ്സിലായത് എന്താ പറഞ്ഞ? ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ മനസ്സിലായത് പറയാം. So from the foregoing explanation, the different types of sacrifice, namely sacrifice of one's possessions, study of the Vedas or philosophical doctrines, and performance of the yoga system, ഇതെന്നാലും ഇവിടെ വീണ്ടും എടുത്തു പറയാണ്. It is found that the common aim of all is to control the sense. ഇപ്പൊ ഇതിനെല്ലാറ്റിന്റെയും കോമൺ ഫാക്ടർ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അധീനത്തിൽ കൊണ്ടുവരിക, അതിനെ ഭഗവാന്റെ സർവീസിലേക്ക്, സേവനത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കോമൺ തീമാണ്. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലിങ്ക് വിത്ത് ദ സുപ്രീം ലോർഡ്, ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുക, അതാണ് യോഗം. അപ്പൊ ഇതിന്റെ എല്ലാം സെൻട്രൽ പോയിന്റ് എന്താണ്? സെൻസ് കൺട്രോൾ. എന്നാൽ മാത്രമേ ഈ യോഗ പ്രാക്ടീസിൽ നമ്മൾ സക്സസ് ആവുള്ളൂ. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. Therefore, unless and until one is situated on a platform apart from sense gratification, there is no chance of being elevated to the eternal platform, full knowledge, full bliss and full life. അപ്പോ ഇന്ദ്രിയ ഭോഗം അതാണ് അതിന്റെ റൂട്ട് കോസ്, നമ്മളുടെ ഈ ഭൗതിക ലോകത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്ട് നമ്മുടെ സച്ചിദാനന്ദ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. This platform is eternal atmosphere or Brahman atmosphere. All the above-mentioned sacrifices help one to become cleansed of sinful reactions of material existence. ഇതെല്ലാം നമ്മളുടെ പാപകർമ്മങ്ങളെ കഴുകിക്കളയാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഭൗതിക ലോകത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യണം, നശിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ബട്ട് ഓൾസോ അറ്റ് ദ എൻഡ്, അതിനുശേഷം ഹി എൻറ്റേഴ്സ് ഇൻ ദ എറ്റർണൽ കിങ്ഡം, ഭഗവാന്റെ ധാമിലേക്കും പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ഈദർ മെർജിങ് ഇൻടു ദ ഇംപേഴ്സണൽ ബ്രഹ്മൻ ഓർ അസോസിയേറ്റിംഗ് വിത്ത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണ. ഒന്നുകിൽ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമിൽ പോയിട്ട് ഭഗവത് സേവനം ചെയ്തിട്ട് സുഖമായിട്ട് സച്ചിദാനന്ദമായിട്ടുള്ള ശരീരത്തോടുകൂടി ജീവിക്കാൻ. ഇപ്പൊ യോഗ പറഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട മാർഗമാണ് ഡയറക്റ്റ് ഡിവോഴ്സ് സർവീസ് അല്ലെങ്കിൽ ഭക്തി യോഗ. മറ്റേതെല്ലാം ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്, ഓരോ പടികളാണ്. ഒരു 4 പടികൾ ഉണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ പടിയാണ് ദ്രവ്യയജ്ഞം, അതിന്റെ മീതത്തെയാണ് തപോയജ്ഞം, അതിന്റെ മീതത്തെയാണ് യോഗയജ്ഞം, അതിന്റെ മീതയാണ് ഡിവോഷൻ സർവീസ്, ഭക്തി സേവനം, ഭക്തി. അപ്പോ നമ്മളിപ്പോ ഭക്തി മാർഗത്തിലാണെങ്കിൽ ദാറ്റ് ഈസ് എ ടോപ്പ് മോസ്റ്റ്. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റെപ്പാണ്. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഭക്തി ആ സ്റ്റെപ്പിലേക്ക് കയറിയ ഭഗവത് പ്രാപ്തി വളരെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരു കോണിയാണത്.
ഒരു ലാഡറാണ്, താഴത്തെ ലാഡറാണ്, താഴത്തെ ആ ഒരു സ്റ്റെപ്പാണ് ദ്രവ്യയജ്ഞം എന്നുള്ള യോഗ. അതിന്റെ മീതത്തെ സ്റ്റെപ്പാണ് തപോയജ്ഞം എന്നുള്ള യോഗ. അതിന്റെ മീതെ യോഗയജ്ഞം എന്നുള്ള യോഗ. അതിന്റെ മീതത്തെ ഭക്തിയജ്ഞം, റിവേഴ്സ് സർവീസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എല്ലാവരും പരമമായ സനാതന വ്യാമത്തിലേക്ക് മുന്നേറുന്നു എന്ന് പറഞ്ഞാല് ആ ഒരു പാതയിൽ കൂടെ പോവാന്ന് മാത്രമല്ല ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതെ, എല്ലാവരും മുന്നേറാണ് ചെയ്യുന്നത്, അഡ്വാൻസിങ്. മനസ്സിലാക്കില്ലേ? അപ്പൊ ഈ യജ്ഞത്തിൽ കൂടെ നമ്മൾ മുന്നേറുന്നു, നമ്മൾ പെർഫെക്റ്റ് ആവുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നു. അപ്പൊ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ട്രെയിൻ ബോംബെയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, ബോംബെയിൽ എത്തിയിട്ടില്ല, മുന്നേറുന്നു അല്ലേ? ബോംബെയിൽ എത്തണമെങ്കിൽ അതിന്റെ യോഗ്യത വരുമ്പോൾ നമ്മൾ ബോംബെയിൽ എത്തും. ആ സമയം, അത്രയും സമയം നമ്മൾ ഡിവോഷൻ സർവീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തും, അല്ലാണ്ട് എത്തില്ല. അതിന്റെ ഇടയിൽ ട്രെയിൻ സ്റ്റേഷൻ വരുന്നുണ്ട്, അപ്പൊ അവിടെ ഇറങ്ങിയാൽ അവിടെ എത്തില്ല. ഇടയിൽ സ്റ്റേഷൻസ് വരുമ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്തില്ല. വീണ്ടും അടുത്ത ട്രെയിൻ വരുന്നത് കാത്തിരിക്കണം, എന്നിട്ട് കയറണം, എന്നിട്ട് ബോംബെയിൽ പോകാം. ഓക്കെ, ഇപ്പൊ അടുത്തത് 31, അടുത്ത ആഴ്ച. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ് की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे, हरि हरि बोल.